नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 69. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 682. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ കാരുണ്യത്തിൻ്റെയും ശക്തമായ പ്രവർത്തനങ്ങളുടെയും കണക്കെടുക്കാൻ ആർക്കാണു സാധ്യമാവുക? നിരന്തരം സംഭ്രാന്തരും മോഹഭംഗം വന്നവരുമായ ഭൗതികവാദികളുടെ അശ്രാന്തമായ ആഗ്രഹങ്ങളെ അന്ധാളിപ്പിക്കുന്നതിൽ വ്യാപൃതനായി നിത്യമായ കാലത്തിൻ്റെ അലംഘനീയമായ ശക്തിയായി അങ്ങു സദാ സന്നിഹിതനാണ്. അതിനാൽ നിത്യമായ കാലത്തിൻ്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, സകല ലോകങ്ങളുടെയും ഉടയോനാണ് അവിടുന്ന്. അങ്ങയുടെ പൂർണ്ണ വികാസമായ ഭഗവാൻ ബലരാമനുമൊത്ത് അങ്ങ് അവതാരം ചെയ്തിരിക്കുന്നു. വിശ്വസ്തകരെ രക്ഷിക്കാനും ഖലജനങ്ങളെ ശിക്ഷിക്കാനുമാണ് ഈ അവതാരമെന്നു പറയപ്പെടുന്നു. അങ്ങനെയിരിക്കെ അങ്ങയുടെ അധികാരത്തെ ധിക്കരിച്ച് ജരാസന്ധനെ പോലെയുള്ള ഖലന്മാർക്ക് ഞങ്ങളെ ഈ ഗാർഹണീയമായ ജീവിതാവസ്ഥയിലേക്കു തള്ളിവിടാൻ എങ്ങനെ സാധ്യമാകും? ഈ അവസ്ഥയെക്കുറിച്ചു ഞങ്ങൾ അമ്പരപ്പിലാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നു ഞങ്ങൾക്കു മനസ്സിലാകുന്നുമില്ല. ഒരുപക്ഷേ ഞങ്ങളുടെ ഗതകാല ദുഷ്കർമ്മങ്ങളുടെ ഫലമായി ഞങ്ങളെ ഈ വിധത്തിൽ ശല്യപ്പെടുത്താൻ ജരാസന്ധനെ നിയോഗിച്ചതായിരിക്കും. പക്ഷേ അങ്ങയുടെ പാദപദ്മങ്ങളിൽ ആശ്രയം തേടുന്നവരെ പാപപൂർണമായ ജീവിതത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കില്ലെന്നാണ് മതഗ്രന്ഥങ്ങളിൽ നിന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാൽ ബന്ധനസ്ഥരായ രാജാക്കന്മാരെല്ലാവരും ചേർന്ന് പൂർണ്ണ മനസ്സോടെ ഞങ്ങളെ തന്നെ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനായി എന്നെ പ്രതിനിധിയായി അയച്ചിരിക്കുകയാണ്. ഭഗവാനായ അങ്ങ് ഞങ്ങൾക്കു പരിപൂർണ സംരക്ഷണം നൽകുമെന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ തത്കാല ജീവിതം ഞങ്ങളുടെ ഗതകാല ജീവിതത്തിലെ അധാർമിക കർമ്മങ്ങളുടെ ഫലമാണെന്നതുപോലെ തന്നെ ഞങ്ങൾ അനുഭവിച്ച രാജകീയ പദവിയും ഞങ്ങളുടെ പൂർവ്വസുകൃതത്തിൻ്റെ ഫലമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും പരിണിത ഫലങ്ങൾ കേവലം താത്കാലികമാണെന്നും
ഈ ബദ്ധജീവിതത്തിൽ ഒരിക്കലും സുഖമുണ്ടാവില്ലെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാണ് ഈ ഭൗതിക ശരീരം ഞങ്ങൾക്കു നൽകിയതെന്നും അതിൻ്റെ ഫലമായി ഞങ്ങൾ സദാ ഉത്കണ്ഠാകുലരാണെന്നും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. ഈ മൃതശരീരത്തിൻ്റെ ഭാരം വഹിക്കുക മാത്രമാണ് ഭൗതിക ജീവിതാവസ്ഥ ഉൾക്കൊള്ളുന്നത്. ഫലാപേക്ഷയോടു കൂടിയ കർമ്മങ്ങളുടെ ഫലമായി ഞങ്ങൾ ഇത്തരത്തിൽ ഭാരജീവികളായി തീർന്നിരിക്കുന്നു. ബദ്ധജീവിതത്താൽ നിർബന്ധിതരായി തീർന്നതിനാൽ ഞങ്ങൾ ഹൃദ്യമായ കൃഷ്ണാവബോധ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു. തികഞ്ഞ വിഡ്ഢികളാണു ഞങ്ങളെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. അജ്ഞത നിമിത്തം ഞങ്ങൾ ഭൗതികമായ പ്രത്യാഘാതങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അതിനാൽ അവിടുത്തെ പാദപദ്മങ്ങളിൽ അഭയം തേടിയെത്തിയിരിക്കുകയാണ്. ഫലാപേക്ഷയോടു കൂടിയുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ ഉന്മൂലനം ചെയ്ത് ഭൗതിക സുഖദുഃഖങ്ങളുടെ മാലിന്യത്തിൽ നിന്നും ഞങ്ങളെ പെട്ടെന്നു വിമുക്തരാക്കാൻ അതിനു കഴിയുകയും ചെയ്യും. ഹരേ കൃഷ്ണ.